അതിൽ ദേശീയപാതയിൽ നടത്തുന്ന പിരിവും കൊള്ള തന്നെയാണ്. അതിലൊരു സംശയമില്ല, ഒരു തർക്കവുമില്ല. അതേ കൊള്ളയുടെ ഒരു കെ വെർഷനായി മാറുമോ കിഫ്ബി പിരിവെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. അടിസ്ഥാനപരമായി സാധാരണക്കാരൻ എന്താണ് അഡ്വക്കേറ്റ് കെ സൺകുമാർ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ല, ദേശീയപാതയിൽ ഈ പിരിവ് നടത്തുന്നത് തന്നെ കൊള്ളയാണ് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പിടിച്ചു പറയാണ്. കാര്യം ഡീസൽ അടിക്കുമ്പോൾ 18 രൂപ ഞാൻ കൊടുക്കുന്നത് നികുതിയാണ്. ആ നികുതി വെച്ചാണ് ദേശീയപാത പണിയേണ്ടത്. ആ നികുതി വെച്ച് ദേശീയപാത പണിഞ്ഞിട്ടാണ് ഞാൻ അതിൽ വാഹനം വാങ്ങുമ്പോൾ അടക്കം നികുതി കൊടുക്കുന്നുണ്ട്. പെട്രോൾ അടിക്കുമ്പോൾ ഡീസൽ അടിക്കുമ്പോൾ നികുതി കൊടുക്കുന്നുണ്ട്. ആ പണത്തിനാണ് എനിക്ക് റോഡ് പണി തരേണ്ടത്, എന്റെ കുടുംബത്തിന് സഞ്ചരിക്കാൻ റോഡ് പണി തരേണ്ടത്, എന്റെ നാട്ടുകാരെ സഞ്ചരിക്കാൻ റോഡ് പണി തരേണ്ടത്. അതിൽ ദേശീയപാതയിൽ നടത്തുന്ന പിരിവും കൊള്ള തന്നെയാണ്. അതിലൊരു സംശയമില്ല, ഒരു തർക്കവുമില്ല. അതേ കൊള്ളയുടെ ഒരു കെ വെർഷനായി മാറുമോ കിഫ്ബി പിരിവെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. അടിസ്ഥാനപരമായി സാധാരണക്കാരൻ എന്താണ് അഡ്വക്കേറ്റ് കെ സൺകുമാർ? അവൻ ദേശീയപാതയിലേക്ക് വാഹനമായി പോയാലും പണം കൊടുക്കണം, സംസ്ഥാന പാതയിലേക്ക് വാഹനമായി പോയാലും പണം കൊടുക്കണം. രണ്ടും ഒന്ന് തന്നെയല്ലേ? പണം പോകുന്നത് ജനങ്ങളുടെ അല്ലേ? മാസം തുടങ്ങുമ്പോഴത്തേക്കും ബജറ്റ് നീക്കി വെക്കുമ്പോൾ 2000 രൂപ ഫാസ്റ്റ് ടാഗിലും കൂടെ ചാർജ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ